നിങ്ങൾക്കറിയാമോ, കുടിയേറ്റ നിയന്ത്രണം ഒരു വിഷയമായിക്കൊണ്ടിരിക്കുകയാണ് UK-യിൽ. അപ്പോൾ അതിനെ എങ്ങനെയൊക്കെ നിയന്ത്രിക്കാം എന്നുള്ള കുറച്ച് പുതിയ നിർദ്ദേശങ്ങളുമായിട്ട് കൺസർവേറ്റീവ് പാർട്ടിയുടെ ലീഡറായിട്ടുള്ള കെമി മുന്നോട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അവർ പറയുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമുക്ക് കറൻ്റ്ലി നമുക്ക് ഒരാൾ UK-യിൽ വന്നിട്ടുണ്ടെങ്കിൽ ILR കിട്ടുന്ന അല്ലെങ്കിൽ പെർമനൻറ്റ് റെസിഡൻസ് കിട്ടുന്നത് 5 വർഷമാകുമ്പോഴാണ്. ആ 5 വർഷം എന്നുള്ളത് മാറ്റിയിട്ട് 10 വർഷമായിട്ട് ഒരാൾക്ക് PR കൊടുത്താൽ മതി. അപ്പോൾ ആ PR കൊടുക്കുന്നതിന് ശേഷം നമുക്ക് നോർമലി 5 വർഷം കഴിഞ്ഞാൽ നെക്സ്റ്റ് ഇയർ നമുക്ക് സിറ്റിസൺഷിപ്പിന് അപേക്ഷിക്കാം. അപ്പോൾ സിറ്റിസൺഷിപ്പും കിട്ടും. അപ്പോൾ ആ ഒരു പിറ്റേ വർഷം എന്നത് മാറ്റിയിട്ട് ടോട്ടൽ ഒരാൾ വന്നു കഴിഞ്ഞിട്ട് 15 വർഷം കഴിഞ്ഞിട്ട് സിറ്റിസൺഷിപ്പ് കൊടുത്താൽ മതി. ഏകദേശം ഒരു അമേരിക്കൻ പോലെയുള്ള, അതായത് ടൈം എടുത്തുകൊണ്ടുള്ള ഒരു പ്രോസസ്സിംഗ് ആണ് അവർ പ്ലാൻ ചെയ്തത്. കാരണം അത് അത്ര ഇമ്മീഡിയറ്റ് ആയിട്ട് കൊടുക്കേണ്ട, അതുപോലെ തന്നെ വരുന്നവർക്കെല്ലാം കൊടുക്കേണ്ട. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ട് വെരി കൺട്രോൾഡ് ആയിട്ട് അല്ലെങ്കിൽ ഭയങ്കര ഇതായിട്ട് പോയിട്ട് കഴിഞ്ഞാൽ മാത്രമേ ഈ കാര്യങ്ങളൊക്കെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. അപ്പം വരുന്നത് PR കൊടുക്കുന്ന ഒരു സമ്പ്രദായം മാറ്റുകയും അതുപോലെ PRൽ നിന്ന് ആരെയൊക്കെ ഒഴിവാക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും തരം ക്രിമിനൽ കുറ്റങ്ങളിൽ ഇൻവോൾവ് ആയിട്ടുള്ളവർ, കാരണം പ്രത്യേകിച്ച് മറ്റു രാജ്യങ്ങളിൽ നിന്നൊക്കെ വന്നിട്ട് ഇവിടെ കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആളുകളുടെ എണ്ണം കൂടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ അവർ അത് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് അല്ലെങ്കിൽ ക്രിമിനൽ കുറ്റങ്ങളിൽ ഇൻവോൾവ് ആയവരെ ഒഴിവാക്കുകയും അതുപോലെ മറ്റെന്തെങ്കിലും ബെനിഫിറ്റുകൾ, UK ഗവൺമെൻറ് നൽകുന്ന ഏതെങ്കിലും ബെനിഫിറ്റുകൾ ഉപയോഗിച്ചിട്ടുള്ള ആളുകൾ, അങ്ങനെയുള്ള ആളുകളെയൊക്കെ അത് വളരെ ശ്രദ്ധയോടുകൂടി നോക്കി കണ്ട് അങ്ങനെ ഇല്ലാത്തവർക്ക് മാത്രം PR നൽകുന്ന ഒരു പുതിയ സമ്പ്രദായമാണ് അവർ നിർദ്ദേശിക്കുന്നത്.